मिक्स जुगलबंदी मिक्स जुगलबंदी ഇതിനൊന്നും വളമിട്ടിട്ട് യാതൊരു കാര്യമില്ല, വെറുതെ മനുഷ്യന്റെ കാശും കളയാൻ. ഓ എടാ ടിറ്റുമോനെ, നിന്നോട് അവിടെ നിന്ന് പഠിക്കാൻ ഞാൻ പറഞ്ഞല്ലേ നിന്നോട്. എന്ത് പഠിക്കണായിരുന്നു? സംശയം അതൊരു ബുദ്ധിയുടെ ലക്ഷണമാണ്, കുഴപ്പമില്ല. മോനെ സോറി, അച്ഛനൊരു അബദ്ധം പറ്റില്ല, ഇങ്ങനെ ഒരു ഗുണമെങ്കിലും ഉണ്ടായല്ലോ. എന്താ നിന്റെ സംശയം? ചോദിച്ചോ, സംശയം ചോദിച്ചോ. ബിസ്ക്കറ്റ് എന്താണ്? എന്താണ് എന്നിട്ട് നമ്മുടെ പട്ടിയില്ല കൈസറിന് കൊടുത്തിട്ട് കൈസർ തുപ്പിക്കളി. പട്ടിക്ക് കൊടുത്താൽ ബാക്കി ബിസ്ക്കറ്റ് ആണോ അച്ഛനെ കൊണ്ട് തരുന്നത്? നിന്റെ കുസൃതി കൊണ്ട് ഞാൻ എനിക്കും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കട്ടോ. എടാ നീ എന്തിനാണ് ഇന്ന് രാവിലെ ആ പൂച്ചയുടെ വാലെ പിടിച്ച് വലിച്ചത്? ഞാനല്ല പൂച്ചയുടെ വാലെ പിടിച്ച് വലിച്ചത്. പിന്നെ പൂച്ചയുടെ വാലയിൽ ഞാൻ ഇങ്ങനെ പിടിച്ച് ആ പൂച്ച വലിച്ചോടി. അപ്പൊ ഞാനല്ല. എടാ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു പോകത്തുള്ളൂ കേട്ടോ. എടാ നമ്മളൊക്കെ ജനിച്ചത് മറ്റുള്ളവരെ സഹായിക്കാൻ, നമ്മളെ സഹായിക്കാൻ. എടാ നമ്മൾ എപ്പോഴും എളിമയുള്ളവരായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും താഴേന്ന് അടിത്തട്ടിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്ത് തുടങ്ങാൻ. അടിത്തട്ടിൽ വേണം തുടങ്ങാൻ. കിണർ മോൾ നീ പോയിരുന്നു പഠിച്ച പോ. അച്ഛനോടാണ്ടോ പന്തയം വെക്കുന്നത്? പോയിരുന്നു പഠിക്കണ. എന്താ നമ്മുടെ സാരിയില്ലേ, നമ്മുടെ സാരി എന്റെ കൂടെ നിന്റെ കൂടെ പഠിക്കുന്ന സാരി സാരിയുടെ അച്ഛനല്ലേ പട്ടാളത്തിലുള്ള പട്ടാളത്തിലുള്ള സാരിയുടെ അച്ഛന് എന്നെ ധൈര്യം. എന്നാ പട്ടാളത്തിലുള്ള സാരിയുടെ അച്ഛന് ധൈര്യം നിനക്കെങ്ങനെ അറിയാം? ഒരാളുടെ കാല് വെട്ടിക്കൊണ്ടുവന്നേക്കണം. എടാ ഒരാളുടെ കാല് വെട്ടിക്കൊണ്ട് അത്ര വലിയ ധൈര്യശാലിയാണ് പുള്ളിക്കാരന്റെ തല വെട്ടിക്കൊണ്ട് വരാൻ മേലാറ് ഇയാൾക്ക്. എന്താ ആ സാരിയുടെ അച്ഛൻ പോയ സമയത്ത് വേറെ ആരും തല വെട്ടിക്കൊണ്ടുപോയി. പിന്നെ കാലില്ലാതെ പിന്നെ തല വെട്ടിക്കൊണ്ടു ചെയ്യുന്ന നീ വരുന്ന പഠിക്ക് പോ. അച്ഛാ പിന്നെ ഉണ്ടല്ലോ അച്ഛാ, പിന്നെ നമ്മൾ ശിക്ഷിക്കാൻ പറ്റില്ല. എടാ ചെയ്യാത്ത തെറ്റിന് ഒരിക്കലും ആരെ ശിക്ഷിക്കാൻ നമുക്ക് പാടില്ല. ശിക്ഷിക്കാൻ പാടില്ല. എന്തേ? ഉറപ്പായിട്ട് ശിക്ഷിക്കാം. ഉറപ്പാണ്. എന്താ? ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, നമ്മുടെ കണക്ക് ഭാഷയിലെ എന്നെ പഠിപ്പിക്കാൻ കണക്ക് ഭാഷയില്ല, ആ കണക്ക് ഭാഷനോട് അച്ഛനോട് സംസാരിക്കണം. എന്താ കാര്യം? എന്തേ? ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല. ഓ എടാ നിന്ന് ഹോംവർക്ക്, എടാ നിന്നെ പ്രസംഗിക്കാൻ നീ പോയി ഹോംവർക്ക് ചെയ്തോ. ചെല്ല്. ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ? നമ്മളെ കണക്ക് ഭാഷയില്ലേ, കണക്ക് ഭാഷയിൽ ഇന്നലെ തുമ്മലായിരുന്നു. അതിന് അപ്പൊ ഇന്ന് പനി പിടിച്ച് കിടക്കുമായിരിക്കും. പിന്നെ എത്ര ഹോംവർക്ക് ചെയ്യണേ? ഓ അത് ശരി, നിന്റെയൊക്കെ ഒരു കാഞ്ഞ ബുദ്ധി. നിന്നെ പോലെ കുറച്ച് ഉണ്ടല്ലോ, മതിയല്ലോ അത് ധാരാളം. അച്ഛാ ഞാൻ വേറെ ഒറ്റ കീറി കയറിയുണ്ടല്ലോ പന്തയം വെക്കാൻ. എന്താണ് ഇത്? എടാ നിന്നോട് ഞാൻ ക്രിക്കറ്റിനെ കുറിച്ച് ഒരു എസ്സേ എഴുതാൻ പറഞ്ഞിട്ട് നീ എഴുതിയോ? കാണിച്ചു നോക്കട്ടെ. ക്രിക്കറ്റ് നിനക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ നീ കുത്തിരുന്ന് എഴുതിക്കോളൂല്ലോ. ഇതെന്താണ് ഇത്? ഇതിനകത്ത് രണ്ടുപേരെ ഉണ്ടല്ലോ. മഴ കാരണം കളി മുടങ്ങി. എന്റെ മോൻ തന്നെയാടാ. നിനക്ക് ഇതുപോലത്തെ ഒരു കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. എന്താണ്? ഒരാപ്പിൾ കഴിക്കൂ ഡോക്ടർ ഒഴിവാക്കുന്നു പറയുന്നത് ശരിയാണ് അച്ഛാ? വളരെ കറക്റ്റ്. ഡോക്ടേഴ്സ് തന്നെ പറയുന്ന കാര്യമല്ല. ഒരു ആപ്പിൾ കഴിക്കൂ ഡോക്ടർമാരെ ഒഴിവാക്കും. കറക്റ്റ് അല്ലേ ഇത്? ഇപ്പൊ എന്താണ് ആപ്പിൾ നിനക്ക്? ഞാൻ അപ്പുറത്തെ വീട്ടിലെ മറ്റേ സുമാരൻ ഡോക്ടറില്ലേ, ആ ഡോക്ടറുടെ ക്രിക്കറ്റ് കളിച്ചിരുന്നപ്പോ അവര് ചില്ല അലമാരുടെ മറ്റേ ജനലിന്റെ ചില്ലും പൊട്ടിപ്പോയി. അപ്പൊ പിന്നെ ആപ്പിൾ കഴിച്ചു പിന്നെ അവരെ ചോദിക്കാൻ പറ്റുള്ളൂ. എടാ അവരിഞ്ഞ് പറയുന്ന ചീത്ത മുഴുവൻ ഞാൻ കേൾക്കണം. നീ എന്നെ അച്ഛന്റെ വെയിറ്റ് മുഴുവൻ കളഞ്ഞിട്ട് നീ അടങ്ങുള്ളല്ലേ? നിന്നെയൊക്കെ ഇത് ചെയ്യുന്നു പറ. അച്ഛാ എന്താ? പിന്നെ അച്ഛന് ഇത്രയും നല്ല അച്ഛന് ഞാൻ വർത്തമാനം പറഞ്ഞില്ല. അച്ഛന് വേറൊരു പന്തയം. നീ കൊറേ നേരം അച്ഛന് പന്തയം വെച്ചാലും ഒരു പന്തയം വെച്ചാൽ എന്താ ഇത്ര വലിയ പന്തയം? അച്ഛന് കണ്ണടച്ച് ഒപ്പിടാൻ പറ്റുമോ? കണ്ണടച്ചിട്ട് ഒപ്പിടാൻ പറ്റും. അത് നിസ്സാര കാര്യമല്ലോ. ഞാൻ ഒപ്പിട്ട് തരാലോ. ഇവിടെ ഒപ്പിട്ട പേനതാ പേപ്പർ എടുത്തോണേ. കണ്ണടച്ച് പേപ്പർ എവിടെ വെച്ചോ? ഇവിടെ ഒപ്പിട്ടോ. ഇവിടെ അല്ലേ? ഇവിടെ ഒപ്പിട്ടോ. ഇതല്ലേ എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞു. പന്ത് ഞാൻ ജയിച്ചേ. ഇതെന്ത് പേപ്പർ ഇത്? ഇതാണ് അച്ഛാ എന്റെ പ്രോഗ്രസ് കാർഡ്. മിക്സ് ജുഗൽബന്ദി